വെരിക്കോസ് വെയിൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നിന്ന് ജോലി ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. വെരിക്കോസ് ഉള്ളവർക്ക് മാറാനും ഇല്ലാത്തവർക്ക് വരാതിരിക്കാനും ഈ എക്സസൈസുകൾ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഒരു ദിവസം ചെയ്ത് കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാതെ ഒരു 4 ഡേയ്സ് പറയുന്നത് പോലെ ചെയ്യൂ. 5-ാമത്തെ ദിവസം നിങ്ങൾ തീർച്ചയായും കണ്ടിന്യൂ ചെയ്യും. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന എക്സസൈസുകളാണ് ഇവ. ഹായ്, അമല സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിൽ ആരെങ്കിലും വെരിക്കോസ് വെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഈ എക്സസൈസ് നിങ്ങൾക്ക് എന്തായാലും ഗുണം ചെയ്യും. എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള 4-5 എക്സസൈസുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു 4-5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വേദന കുറയുന്നത് അനുഭവിച്ചറിയാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ താടാസനം ചെയ്യാം, ഫിംഗേഴ്സിൽ നിന്നുകൊണ്ട്. അപ്പോൾ ഉപ്പൂറ്റി പൊന്തിച്ച് കൈകൾ ഉയർത്തി ശ്വാസം എടുത്തുകൊണ്ട് നമുക്ക് കാലിൻ്റെ ഫിംഗേഴ്സിൽ ഇതേപോലെ എത്ര സമയം നമുക്ക് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ അത്ര സമയം നിന്നുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരാം. അപ്പം നോർമൽ കാലിൽ അങ്ങനെ നിൽക്കുക. എഗെയിൻ ശ്വാസം എടുത്തുകൊണ്ട് കാലുകളിൽ ഉപ്പൂറ്റി പൊന്തിച്ച് കൈകൾ ഇരുവശങ്ങളിലൂടെ മുകളിലേക്ക് ഉയർത്തി കാലിൻ്റെ ഫിംഗേഴ്സിൽ നിന്നുകൊണ്ട് ഇതേപോലെ എത്ര സമയം ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ അത്രയും സമയം നിന്നുകൊണ്ട് ശ്വാസം വിട്ട് സാവകാശം കൈകൾ ഇരുവശങ്ങളിലൂടെ പതിയെ കൊണ്ടുവരിക. ഒപ്പം ഉപ്പൂറ്റിയും തറയിൽ പതിയട്ടെ. കൈകൾ താഴ്ത്തി നോർമൽ പൊസിഷനിലേക്ക് വരട്ടെ. ഇതേപോലെ ഫിംഗേഴ്സിൽ നമ്മൾ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് നിൽക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ കാലിന് സ്ട്രെച്ചിങ് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഞരമ്പിലെ ആ പമ്പിങ് ഉണ്ടല്ലോ, സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കും കേട്ടോ. അതാണ് നമുക്ക് വേണ്ടത്. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതിൽ കാലുകൾ നിങ്ങൾക്ക് എത്രത്തോണ്ട് വൈഡാക്കി വെക്കാൻ പറ്റുമോ അത്രത്തോണ്ട് വൈഡാക്കി വെക്കുക. എന്നിട്ട് കൈകൾ കൊണ്ട് കാലിലെ തള്ളവിരലുകൾ പിടിക്കണം. അതോടൊപ്പം നെറ്റി തറയിൽ മുട്ടത്തക്ക വിധം ഫ്രണ്ട് ബെൻഡിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഏതുവരെ കുനിയാൻ പറ്റുമോ അതുവരെ ചെയ്യുക. എല്ലാവർക്കും തറയിൽ നെറ്റി മുട്ടണമെന്നില്ല. ഇതേപോലെ ഇത്രേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അത്ര ചെയ്താൽ മതി. ഇനി ജസ്റ്റ് ഇതുവരെ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അത്ര ചെയ്താൽ മതി. നമ്മൾ സ്റ്റാർട്ടിങ് കുറച്ചായി കൊണ്ടുവരിക. ഇത് ഞാൻ നിങ്ങൾക്ക് ട്രയൽ കാണിച്ചു തരാണ്. എത്രത്തോണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയെ കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രത്തോണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. നമുക്ക് തറയിൽ തന്നെ ഇരുന്ന് ചെയ്യണം എന്നൊന്നുമില്ല, ബെഡിൽ വേണമെങ്കിലും ഇരുന്ന് ചെയ്യാവുന്നതാണ്. പ്രായമായവർക്കൊന്നും ഇതേപോലെ തറയിൽ ഇരുന്ന് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ബെഡിലിരുന്ന് ചെയ്യാം. ഇപ്പോൾ ഇന്ന സ്ഥലത്ത് ഇരുന്ന് ചെയ്യണം എന്നൊന്നുമില്ല, നമ്മൾ എവിടെയാണോ കംഫർട്ട് അവിടെ ഇരുന്ന് ചെയ്യാം. നമ്മൾ ഇനി ഇതേപോലെ ശ്വാസം എടുത്ത് ബാക്കിലേക്ക് ഒന്ന് ആഞ്ഞുകൊണ്ട് വയറൊന്ന് ഉള്ളിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും കേട്ടോ. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്തെ ചിലവരെന്നാൽ നെറ്റി മുട്ടിക്കാന്ന് പറഞ്ഞ് പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്ക് നെഞ്ചിൻ്റെ തൊട്ട് താഴെയായിട്ട് മസിൽ പിടിക്കും. ഇങ്ങനെ മസിൽ ഉരുണ്ടുകൂടുക എന്ന് പറയില്ല, അങ്ങനെ ഒരു ടെൻഡൻസി വരാൻ സാധ്യതയുണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ നന്നായി ശ്വാസം എടുത്ത് വിടുക, നന്നായി ബ്രീത്ത് ചെയ്യുക. അപ്പം അത് ഓക്കെ ആയിക്കോളൂ കേട്ടോ. പിന്നെ നമ്മൾ വേദനയിൽ വീണ്ടും ചെയ്യാൻ ശ്രമിക്കരുത് ഒരിക്കലും. പിന്നെ വേദന ഇല്ലാത്ത വിധത്തിൽ നോർമലി ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ ഫ്രണ്ടിൽ നിന്ന് ഇതേപോലെ കൈകൾ ബാക്കിലേക്ക് പോകട്ടെ. ശ്വാസം എടുത്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് ആഞ്ഞു വരിക. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾക്ക് പറ്റാവുന്ന വിധത്തിൽ ബെൻഡ് ചെയ്യാൻ സാധിക്കും. കുറച്ച് നേരം ശ്വാസം വിട്ടുകൊണ്ട് നോർമൽ ശ്വാസത്തിൽ ഹോൾഡ് ചെയ്ത് അവിടെ ഇതേപോലെ ഇരിക്കട്ടെ. അതിനുശേഷം ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് പൂർവ്വസ്ഥിതിയിൽ തിരിച്ചു വരിക. അപ്പം ഈ ടൈമിലുണ്ടല്ലോ നമ്മളുടെ ഉപ്പൂറ്റി തൊട്ടിട്ട് കാലിൻ്റെ തൊട്ട വരെ ഭയങ്കരമായിട്ട് സ്ട്രെച്ചിങ് വരും. നല്ലൊരു വലിച്ചിൽ ഫീൽ ചെയ്യും കേട്ടോ. ഗുഡ് റിസൾട്ടാണ് അതിൻ്റെ ആ സൂചനയാണ് നമുക്കത് കാണിച്ചു തരുന്നത്. നല്ല രീതിയിൽ പമ്പിങ് നടക്കാനുള്ള എക്സസൈസുകളാണ്. കാലിന് ഇതേപോലെ സ്ട്രെച്ചിങ് വലിച്ചിൽ വരുന്ന എക്സസൈസുകളൊക്കെ ഈ വെരിക്കോസ് വെയിന് വളരെ എഫക്റ്റീവാണ്. നല്ല എഫക്റ്റ് ചെയ്യുന്ന എക്സസൈസുകളാണ് ഞാനിവിടെ ഇന്ന് പറയുന്നത്. വെരിക്കോസ് വെയിൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നിന്ന് ജോലി ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതലായും കാണപ്പെടുന്നത്. വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് മാറാനും ഇല്ലാത്തവർക്ക് വരാതിരിക്കാനും ഈ എക്സസൈസുകൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. വെരിക്കോസ് ഉള്ളവർക്കറിയാം അതിൻ്റെ വേദനയും ബുദ്ധിമുട്ടും. അവർ ഈ എല്ലാ എക്സസൈസും ഡെയിലി ഒരു 10 ടൈംസ് വെച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 5 ഡേയ്സിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം
നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. ഈ എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ നല്ല സ്ട്രെച്ചിങ് ആണ്, വലിച്ചിലാണ് എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പം നല്ലൊരു പെയിൻ രീതിയിലാണ് കേട്ടോ അത് അനുഭവപ്പെടുന്നത്. അപ്പം നിങ്ങൾ പിറ്റത്തെ ദിവസം ചെയ്യാതെ സ്റ്റോപ്പ് ചെയ്യരുത്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഒരു 5 ദിവസം നിങ്ങൾ ചെയ്തോളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണോ വേണ്ടെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കും. 5 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വേദന കുറയുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. ഇനി അതിനോട് ബന്ധപ്പെട്ട എക്സസൈസ് തന്നെയാണ്. ഇതേപോലെ ശ്വാസം എടുത്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക, ശ്വാസം വിട്ട് നോർമൽ ശ്വാസത്തിൽ കിടക്കുക, വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ഇത് 2 സൈഡുകളിലും ആയിട്ട് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ കാല് വൈഡാക്കി ചെയ്തതിന് ശേഷം ഒരു കാല് മറ്റേ കാലിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് ശ്വാസം ഇതേപോലെ എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി കാലിൻ്റെ നീർത്തി വെച്ച കാലിൻ്റെ മുട്ടത്തക്ക വിധം അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാവുന്ന വിധത്തിൽ ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുക. നോർമൽ ശ്വാസത്തിൽ ഹോൾഡ് ചെയ്ത് നിൽക്കട്ടെ. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴെ വെച്ചു, കാലുകൾ പൂർവ്വസ്ഥിതിയിൽ വെച്ചു. ഇന്ന് ഞാനിവിടെ കാണിച്ചു തരുന്ന ഓരോ എക്സസൈസും ഡെയിലി ഒരു 10 ടൈംസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ റിസൾട്ട് 5 ദിവസത്തിൻ്റെ ഉള്ളിൽ അറിയാൻ സാധിക്കും. ഇനി നമ്മൾ ബട്ടർഫ്ലൈ ആക്ഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കൈകൾ കോർത്ത് പിടിച്ച് ഇതുപോലെ കാലുകൾ ചേർത്ത് വെച്ച് കാലിൻ്റെ അടിയിലായിട്ട് ഈ കൈകൾ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നട്ടെല്ല് നിവർന്ന് നമുക്ക് എപ്പോഴൊക്കെ ഇതേപോലെ ഇരിക്കാൻ പറ്റുന്നോ അപ്പോഴൊക്കെ ഇങ്ങനെ ഇരിക്കുക. TV കാണുമ്പോൾ സെറ്റിയിലിരിക്കാം, ബെഡിലിരിക്കാം, നമ്മൾ ഫാമിലിയായിട്ട് വർത്താനം പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ എപ്പോഴൊക്കെയാണോ നമുക്ക് പറ്റുന്നത് അപ്പോഴൊക്കെ നട്ടെല്ല് നിവർന്ന് ഇതുപോലെ ഇരിക്കാം. പിന്നെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബട്ടർഫ്ലൈ ആക്ഷൻ, അതായത് 2 കാലുകളും ഇതേപോലെ ആക്റ്റീവായിട്ട് നന്നായി മൂവ് ചെയ്യട്ടെ. ഇത് ചെയ്യുമ്പോഴും നമ്മളെ കാലുകളിലേക്ക് മുട്ട് തൊട്ടിട്ട് നല്ലൊരു സ്ട്രെച്ചിങ് വലിച്ചിൽ വരുന്നുണ്ട്. അപ്പം ഇതും നല്ല എഫക്റ്റീവായിട്ടുള്ള എക്സസൈസിൽ ഒന്നാണ്. ഇനി മുട്ടുവേദനയുണ്ട്, ഇളക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ചെയ്യേണ്ട, നോർമലി ജസ്റ്റ് ഇരുന്നാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ കിട്ടുന്നത് അപ്പോഴൊക്കെ അതേപോലെ ഒന്ന് ഇരുന്നാൽ മതി, നട്ടെല്ല് പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് കാലുകൾ ഓരോ കാല് വീതം 90 ഡിഗ്രിയിൽ കൊണ്ടുവരിക, കൈകൾ മുകളിലേക്ക് ഉയർത്തുക, ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തി തള്ളവിരലിൽ പിടിച്ചുകൊണ്ട് കാലുകൾ നിവർത്തി തന്നെ പിടിക്കണം കേട്ടോ. മുട്ടുമടങ്ങാതെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഒരു 90 ഡിഗ്രിയോ അതിനപ്പുറം കടന്നാലും കുഴപ്പമില്ല. പക്ഷെ കൈകൾ കാലിൻ്റെ തള്ളവിരലിൽ പിടിച്ചുകൊണ്ട് നമുക്ക് എത്ര സമയം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്ര സമയം ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിൽ തിരിച്ചു വരാം. അതേപോലെ നെക്സ്റ്റ് കാലിലും ശ്വാസം എടുത്തുകൊണ്ട് അല്പസമയം ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് കൈകളും കാലുകളും താഴേക്ക് കൊണ്ടുവരട്ടെ. ഇതേപോലെ തന്നെ നമ്മൾ ഓരോ കാല് വീതം തുടരുക. അപ്പോൾ ഒരു കാല് നമ്മൾ ഉയർത്തി പിടിക്കുമ്പോൾ മറ്റേ കാലിൻ്റെ മുട്ട് പതിയെ മുകളിലേക്ക് ഉയരാനോ ജസ്റ്റ് അത് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വെക്കണം. ഇതേപോലെ ഉയരാനോ അത് ഓട്ടോമാറ്റിക്കായി ഉയരും ആദ്യമായി ചെയ്യുന്നവർക്കൊക്കെ. അപ്പം നമ്മളൊന്ന് മറ്റേ കൈ കൊണ്ട് ഒന്ന് പിടിച്ചമർത്തി കൊടുത്താൽ മതി കേട്ടോ. ഡെയിലി ഒരു 10 ടൈംസ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും കറക്റ്റായിട്ട് തന്നെ നമ്മൾ ആ വിചാരിച്ച രീതിയിലേക്ക് വരും. അപ്പോൾ ഇതേപോലെ സ്ട്രൈറ്റായിട്ട് 2 കാലുകളും സ്ട്രൈറ്റായിട്ട് മുട്ടുമടങ്ങാത്ത തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ 2 കാലുകളും ഉയർത്തിക്കൊണ്ട് ചെയ്യാവുന്നതാണ്. 2 കാലുകളും ഉയർത്തുമ്പോൾ ഒപ്പം കൈകളും ഉയർത്തുക. ശ്വാസം എടുത്തുകൊണ്ട് കാലിലെ തള്ളവിരലുകൾ ഇരുകൈകൾ കൊണ്ട് പിടിച്ചുകൊണ്ട് ശ്വാസം ഹോൾഡ് ചെയ്ത് വെച്ച് നമുക്ക് എത്ര സമയം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രയും സമയം ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് കാലുകളും കൈകളും പതിയെ കൊണ്ടുവരാം. നെക്സ്റ്റ് ഡേ നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈക്ലിംഗ് ആണ്. ഇത് ഭയങ്കര രസമാണ് കേട്ടോ ചെയ്യുമ്പോൾ. എല്ലാ എക്സസൈസും കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്യുമ്പോഴല്ലോ ഭയങ്കര കൂളാവും, ഹാപ്പി ആയിരിക്കും കേട്ടോ. ഇത് ചെയ്യുന്നതുകൊണ്ട് തൈസ് വണ്ണം കുറയാനും അടിവയറ് കുറയ്ക്കാനും പിന്നെ സ്ട്രെച്ചിങ് ഉണ്ടല്ലോ അത് വെരിക്കോസ് വെയിൻ അങ്ങനെ 3 ഗുണങ്ങളാണ് നമുക്ക് ഈ സൈക്ലിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. നല്ല എഫക്റ്റീവാണ്.
അപ്പോൾ 3 റിസൾട്ട് ഒരുമിച്ച് കിട്ടുന്ന എക്സസൈസ് ആണ് സൈക്ലിംഗ്. അപ്പോൾ ആദ്യം ഫ്രണ്ടിലേക്കും പിന്നെ ബാക്കിലേക്കുമാണ് കേട്ടോ, റിവേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ രണ്ടും ചെയ്യണം, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും. സ്റ്റാർട്ടിംഗ് ഒക്കെ ഒരു തപ്പിപ്പിടുത്തുണ്ടാവും ബാക്കിലേക്ക് വരുമ്പോൾ, പക്ഷെ 2-3 ദിവസം ചെയ്യുമ്പോൾ തന്നെ ഈ ഓട്ടോമാറ്റിക് ആയിട്ട് നല്ല കൂളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളുടെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ എക്സസൈസും ഡെയിലി ഒരു 10 ടൈംസ് എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ബട്ടർഫ്ലൈ ആക്ഷൻ ചെയ്തില്ലെങ്കിലും ഇരിക്കാൻ ശ്രമിക്കുക. ഇത് ഗുഡ് റിസൾട്ട് കിട്ടുന്ന എക്സസൈസുകളാണ്. ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കാനുള്ള എഫക്റ്റീവായ എക്സസൈസുകളാണ് ഇവ. ഡെയിലി ഒരു 10 ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായും റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.